അപ്പോൾ കാറിനകത്തിരുന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ ഒന്നും അല്ല ഷോയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ എന്ന് കൃത്യമായി കാണിച്ചു തന്ന ഒരാളാണ്. ഒരു തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വളരെ നെഗറ്റീവായിട്ട് വളരെ മോശമായിട്ട് ഷോയ്ക്കകത്ത് പോയിട്ട് തിരിച്ചിറങ്ങി വന്നൊരു വ്യക്തിയാണ് സായി കൃഷ്ണ. സായി കൃഷ്ണ ഇനി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് കൗണ്ടർ അടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്ന ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം തണുത്തൊരു ഷോ ആണ്. ഇത് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഓഡിയൻസ് ഇരിക്കുകയാണ്. ആര് ജയിച്ചാലും ആര് തോറ്റാലും എന്നുള്ള രീതിയിൽ മനോഭാവമാണ് ആൾക്കാർക്ക്. ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും തണുത്ത ബോറടിപ്പിക്കുന്ന ഒരു സീസണാണ് സീസൺ 6. പിന്നെ ഈ സീസണിൻ്റെ അല്ലെങ്കിൽ ഈ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അടിയിടി ബഹളം വഴക്ക് പ്രേമം അല്ലെങ്കിൽ കുശുമ്പ് എന്നുള്ള രീതിയിലൊരു ഫീലിങ്സ് വെച്ച് കളിക്കുന്ന കുറച്ച് മനുഷ്യരൊരു 100 ദിവസം ഒരു പെട്ടിക്കകത്തിട്ട് അവരുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്ന ഒരു കളിയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങൾ എത്ര വലിയ പെർഫോമൻസ് ചെയ്താലും ബിഗ് ബോസ് തീരുമാനിക്കും നിങ്ങൾ ആരാകണം, എന്താകണം, നിങ്ങളുടെ പെർഫോമൻസ് പുറത്തോട്ട് പോകണോ, നിങ്ങൾ നെഗറ്റീവ് ആക്കണോ പോസിറ്റീവ് ആക്കണോ. ഇതൊക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയും അവരുടെ അണിയറ പ്രവർത്തകരുടെയും കളിയാണ്. അതല്ലാതെ നിങ്ങൾ എന്ത് പെർഫോം ചെയ്താലും പുറത്ത് പോയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് പെർഫോം ചെയ്തേ ഉള്ളൂ. ഇപ്പം ബിഗ് ബോസിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുറത്താണ്. ഇപ്പോൾ അഖിൽ മാരാർ, ശോഭ വിശ്വനാഥ് എന്നുള്ള രീതിയിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചർച്ച അഖിൽ മാരാറും നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണനും തമ്മിലാണ്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, എനിക്ക് സീക്രട്ട് ഏജന്റ് ആയാലും അഖിൽ മാരായാലും ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. സീക്രട്ട് ഏജന്റ് വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഷയത്തെപ്പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്ത് പറയാറുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ഒരു ദിവസം 5-6 വീഡിയോ ഒക്കെ പലപ്പോഴും ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. മിനിമം ഒരു 3 വീഡിയോ എങ്കിലും സീക്രട്ട് ഏജന്റ് ഒരു ദിവസം വീഡിയോ ചെയ്യാറുണ്ട്, സായി ചെയ്യാറുണ്ട്. അപ്പോൾ അത് വലിയ കാര്യമാണ്. ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ നേരത്തെ എനിക്ക് 1 അല്ലെങ്കിൽ 2 മാക്സിമം 2 അതിൽ കൂടുതലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മടിയാണ്, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സായി ഇരുന്ന് വീഡിയോ ചെയ്യാറുണ്ട്, ക്ലിയർ ആയിട്ട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സായി ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സായിയിൽ. സായി അകത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഈ സീസണിലെ കൊമ്പനായിട്ട് തിരിച്ചു വരുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സായി. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കുന്ന രീതിയിൽ സായി അകത്ത് പോയി മിണ്ടായിരിക്കുന്നു. സായി ഒന്നും ചെയ്തില്ല. സായിക്ക് വയ്യാത്തൊരവസ്ഥ, നമ്മളെ കൊക്ക് പറയുന്നില്ല, സായിക്ക് വയ്യായിരുന്നു. സായി അകത്ത് പോയിട്ട് ഈ പുറത്തടിക്കുന്ന ഒരു ഡയലോഗും അകത്ത് പോയി അടിക്കാൻ പറ്റാതെ ഒരു തണുത്ത ഒരു മനുഷ്യനായിട്ടിരുന്നു. പിന്നെ നമ്മളല്ല പഴയ ശ്രീനിവാസൻ്റെ പടം ഉണ്ടല്ലോ, ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ട് സന്യാസി ആവുന്നു എന്നൊക്കെ പറയുന്ന ഒരു പടമുണ്ട്. ആ പടത്തിലൊക്കെ പറയുന്ന പോലെ സായി അകത്ത് പോയിട്ട് മാനസാന്തരം വന്നു എന്നുള്ള രീതിയിൽ സായി കുറച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട്. പക്ഷേ സായി പുറത്ത് നിന്നപ്പം സായി പഴയ സായി തന്നെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അകത്ത് നിന്നപ്പം ഞാനൊരല്പം മാന്യനാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കണ്ട എന്നുള്ള രീതിയിൽ സായി അവിടെ നിന്നു, പൈസ എടുത്തുകൊണ്ട് സായി പുറത്തു വന്നു. പക്ഷേ അഖിൽ മാരാറുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ നേരത്തെ ഞാൻ ഈ പറയുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, ബിഗ് ബോസിനുള്ളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സായി അഖിൽ മാരാർ എന്നുള്ള രീതിയിൽ ചർച്ച നടക്കുന്നുണ്ടാണ്. ഇവരിൽ ബെറ്റർ, വളരെ വളരെ ബെറ്റർ അഖിൽ മാരാറാണ്. അഖിൽ മാരാർ ഒരു സീസണിലെ വിന്നറാണ്. അഖിൽ മാരാറിൻ്റെ ഗെയിം നല്ലതാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ ഗെയിം കളിച്ചത് നല്ലതാണ്. ആ ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു ഗെയിമറുമായിട്ടൊക്കെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു, ഒറ്റയ്ക്ക് നിന്ന് കയറി വന്നിട്ടുള്ള ആൾ തന്നെയാണ് അഖിൽ മാരാർ. അഖിൽ മാരാറിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആദ്യമൊക്കെ നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ അഖിൽ മാരാർ പെട്ടെന്ന് കയറി പെർഫോം ചെയ്ത് ഓരോ ഗെയിമിൽ അഖിൽ മാരാർ 100% കൊടുത്തു. സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ചു, അടിച്ച് നിൽക്കേണ്ടടുത്ത് അടിച്ച് നിൽക്കുന്നു, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെട്ടു. ഒരു ഷോയ്ക്ക് വേണ്ട എന്താണ് അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അഖിൽ മാരാർ. അഖിൽ മാരാറിൻ്റെ ഷോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 6ഉം കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 6 ഒക്കെ ഉറക്കമാണ്, ആൾക്കാരിന് ഉറങ്ങുന്നു. പക്ഷേ ആ 5ൽ സീസൺ 5 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അത് ഗംഭീരമായിരുന്നു. ഫാമിലി റൗണ്ട് ആയാലും അല്ലെങ്കിൽ ഈ ഔട്ടായി പോയ മത്സരാർത്ഥികൾ തിരിച്ചു വരുന്ന ആ സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിരിക്കാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതുപോലുള്ള രീതിയിലുള്ള വൈബ് ഉണ്ടായിരുന്നു ഷോയ്ക്ക്. പക്ഷേ സീസൺ 6 എന്ന് പറഞ്ഞാൽ ഉറക്കത്തോടുറക്കം എല്ലാം ഉറക്കും. ഈ സീക്രട്ട് പുറത്തെ വീഡിയോയ്ക്കകത്തിരുന്ന് മാസ് കാണിക്കുന്ന സീക്രട്ട് അകത്ത് പോയിട്ട് കോമഡി പീസായി പോയൊരവസ്ഥയാണ്. എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് പുള്ളിയോട്, പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല, കോമഡി പീസായി പോയൊരവസ്ഥ. പുള്ളി അകത്ത് പോയിട്ട് പുള്ളിക്കാനെ പറ്റുന്നില്ല, പുറത്ത് ഭാര്യ വരെ പുള്ളിക്കാനായിട്ട് കളിയാക്കുന്ന കണ്ടു, റോബിൻ കളിയാക്കുന്ന കണ്ടു, അതുപോലെ സഞ്ജു ടെക്കി ഇരുന്ന് ആക്കുന്ന കണ്ടു. അപ്പോൾ കാറിനകത്തിരുന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ ഒന്നും അല്ല ഷോയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ എന്ന് കൃത്യമായി കാണിച്ചു തന്ന ഒരാളാണ്. ഒരു തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വളരെ നെഗറ്റീവായിട്ട് വളരെ മോശമായിട്ട് ഷോയ്ക്കകത്ത് പോയിട്ട് തിരിച്ചിറങ്ങി വന്നൊരു വ്യക്തിയാണ് സായി കൃഷ്ണ. സായി കൃഷ്ണ ഇനി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് കൗണ്ടർ അടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഇപ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ടാണ് സായി പോകുന്നത്. 50 ദിവസത്തിന് മുമ്പൊക്കെ സായി ഇരുന്നിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ പെർഫോം ചെയ്യണം അങ്ങനെ പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സായി അകത്ത് പോയിട്ടും വാ തുറക്കാതെ മിണ്ടാതെ അനങ്ങാതെ നടക്കാൻ വയ്യാതെ പുള്ളി അവിടെ ഇരിക്കുകയാണ്. ഞാൻ പുള്ളിയുടെ ഫിസിക്കൽ കണ്ടീഷനെ പറ്റിയല്ല പറയുന്നത്, ഗെയിമിനെ പറ്റിയാണ്. വളരെ മോശം ഗെയിം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ. അത്യാവശ്യം സായി ആൾക്കാർക്ക് എറിയായിരുന്നു. സായി അത്യാവശ്യം നല്ല ഗെയിം കളിച്ചായിരുന്നെങ്കിൽ പെട്ടെന്ന് സായിക്ക് കയറി കത്തായിരുന്നു അതിനകത്ത്. പക്ഷേ സായി ഈ ഇത്ര ഓഡിയൻസിനെ അറിയാവുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ ആ ബെനിഫിറ്റോടെ കയറി ചെന്നിട്ട് തണുത്തു പോയൊരവസ്ഥ, ഈ നനഞ്ഞ പടക്കം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലൊരവസ്ഥ, ഭാര്യ വരെ പുറത്തിട്ട് കളിയാക്കുന്ന രീതിയിലവസ്ഥ.
അപ്പോൾ ആ രീതിയിലൊരു അവസ്ഥയിൽ പോയിട്ട് വന്നിട്ട് ഒരാൾ അഖിൽ മാരാറിനെ ഇരുന്ന് ട്രോൾ ചെയ്യേണ്ടയോ, അല്ലെങ്കിൽ അഖിൽ മാരാർ ബിഗ് ബോസിനകത്ത് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അഖിൽ മാരാറിൻ്റെ പെർഫോമൻസിനെ ഒന്നും കളിയാക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ ഇനി പറയാം. കാരണം നിങ്ങളിപ്പോൾ അതിനകത്ത് പോയി കണ്ണം കളിച്ചു, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കുഞ്ഞൊക്കെ ആയിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷേ എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് ക്ലാരിറ്റി വന്നിട്ടില്ല അതെന്താണെന്ന്. പക്ഷേ നിങ്ങൾ പുറത്ത് വന്നിട്ട് ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാൻ ഉള്ള സ്പേസ് ഉണ്ട്, നല്ലൊരു വ്ളോഗ് ചാനലുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്ന് പറയാനുള്ളതല്ല ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് ഇനി ഞാൻ എന്ത് മാസമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതായിരുന്നു ഇതായിരുന്നു എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പെർഫോമൻസ് അഖിൽ മാരാറുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ റോബിനായിട്ട് പോലും, റോബിൻ്റെയൊക്കെ വാല്യൂ എനിക്ക് മനസ്സിലായി. റോബിൻ ഈ പുറത്ത് കിടന്ന അലറും ബഹളമൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ തന്നെ ഈ ഷോയ്ക്ക് പറ്റിയ ഒരു മെറ്റീരിയലായിരുന്നു റോബിൻ. അതുപോലെ തന്നെ അഖിൽ മാരാറൊക്കെ. സായി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഫ്ലോപ്പായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഫ്ലോപ്പ്. മച്ചാൻ വേറെ ടോപ്പിക്ക് പിടിക്കുന്നതായിരിക്കും നല്ലത്. ആ മാരാറിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നാട്ടുകാർ സായിയുടെ കളിയും കണ്ടതുകൊണ്ട് ആ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നാട്ടുകാരെടുത്തിട്ട് കളിയാക്കുന്നത്. അപ്പം സായി കണ്ണൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കുക, ബിഗ് ബോസ് മറന്നേക്കുക, അതായിരിക്കും സായിക്ക് നല്ലത്.